ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമദാൻ ഡീപ്പ് ക്ലീനിങ് വ്ളോഗ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിവിങ് റൂമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഫോയറാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്, ലിവിങ് റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ലൈസോളാണ് യൂസ് ചെയ്തത്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ മൈക്രോ ഫൈബർ തുണി വെച്ചിട്ട് ഇതുപോലെ ജനലും കാര്യങ്ങളൊക്കെ തുടക്കാൻ നന്നായിട്ട് തന്നെ ചളിയും കാര്യങ്ങളൊക്കെ പോന്ന് കിട്ടും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ക്ലീനിങ്ങൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ മൊത്തത്തിലുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡോർമാറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. പിന്നെ ആ ഒരു കബോർഡിൻ്റെ അടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് തുടക്കും കൂടി ചെയ്യട്ടെ. അങ്ങനെ ഫോയറത്തെ ക്ലീനിങ്ങും കംപ്ലീറ്റ് ആയി. മൊത്തത്തിൽ പൊടിയൊക്കെ തുടച്ച് ക്ലീനാക്കി. പിന്നെ ഇത് വൈകുന്നേരമാണ് കേട്ടോ. ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്.
പ്ലാന്റ്സുകളൊക്കെ ഫ്രഷ് ആക്കലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഇതാ കിച്ചണിൽ വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റ്സ് നല്ലോണം മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പുതിയ കട്ടിങ്സ് എടുത്തിട്ട് വേണം ഇനി അതൊന്ന് സെറ്റാക്കിയിട്ട് വെക്കാൻ. ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും കിട്ടാത്ത കാരണം തന്നെ കുറേ കഴിയുമ്പോൾ ആ ഒരു പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ മോശമാവട്ടെ. അപ്പോൾ അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കട്ടിങ്സ് എടുത്തിട്ട് ഇതുപോലെ വെച്ചെടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും, നല്ല തിക്കായിട്ട് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ ഇതാ മഗ്‌രിബായി. ഇനിയിപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡിന്നറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.